എന്താണ് അവിടെ ആശുപത്രിക്കുള്ളിൽ സംഭവിച്ചത്? അരമണിക്കൂർ മുമ്പാണ് അവിടെ ഒരു ഉപകരണത്തിന് തീപിടിച്ചു എന്നുള്ളൊരു വിവരമാണ് ഒരു ആൾ പറഞ്ഞത്. സെക്യൂരിറ്റി എത്രാമത്തെ? ഫസ്റ്റ് ഫ്ലോർ. സർജിക്കലൈസ് അറിയത്തില്ല. വഴിയിൽ നിന്ന് ഒതുങ്ങിങ്ങനെ പേഷ്യന്റ് കൊണ്ടുപോകാൻ ഒന്നാമത്തെ നിലയിലുള്ള സർജിക്കൽ മൾട്ടി സ്പെഷ്യാലിറ്റി ICUവിലാണ്. ഒരു ഉപകരണത്തിലാണ് മാറ്റിയിട്ടുണ്ട്, സുരക്ഷാ സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്, സേഫ് ആയിട്ടുണ്ട്. തീ നേരിടുമ്പോഴത്തേമായിരുന്നു ഫയർഫോഴ്സ് പോയിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോർ. സർജിക്കൽ ICUവിലാണ് ഇപ്പോൾ തീ പിടിച്ചിരിക്കുന്നത് എന്നുള്ള വിവരമാണ്. റഹീസ് ഉണ്ട്. റഹീസ്, എന്താണ് നമുക്ക് മനസ്സിലാക്കുന്നത്? തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചോ? അവിടെ ഇനി രോഗികളാരും ഇല്ലല്ലോ അല്ലേ? അരുൺകുമാർ, തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചു എന്നാണ് പോലീസും ഫയർഫോഴ്സും പറയുന്നത്. മറ്റു തരത്തിലുള്ള കുറേ ആളുകൾക്ക് ഈ പുകയടിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട്. കുറേ ആളുകൾ പുറത്തിറങ്ങി നിൽക്കുകയാണ്. പിടിച്ചിട്ട് വന്നപ്പോൾ സൗണ്ട് കേട്ടത്. എൻ്റെ മോനെ ഇന്നലെ ഓപ്പറേഷൻ കഴിഞ്ഞ് സഹോദരൻ കിടക്കും അങ്ങ് ICU. അവിടെ കൊണ്ടുപോയെന്ന് അറിയത്തില്ല, അവർ ICUലോട്ട് ഷിഫ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു. ഇന്നലെ ഇതുവരെ ഓർമ്മ തെളിഞ്ഞിട്ടില്ല. നമ്മൾ 4 ദിവസം കൊണ്ട് ഇവിടെ ഉണ്ട്. പെട്ടെന്ന് പുറത്തോട്ടിറങ്ങാൻ പറയായിരുന്നു. പെട്ടെന്ന് പുറത്തോട്ട് അവിടെ പുക ആശ്വസിക്കാൻ പറ്റത്തില്ല. അന്നേരം നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിച്ചു. നമ്മൾ കാപ്പ് കുടിച്ചിട്ട് ഇറങ്ങിയതല്ല, സൗണ്ട് കേട്ട് നമ്മൾ ഓടി വന്നേല്ല. പുകയായിരുന്നു. അപ്പോഴത്തെ പേടിച്ചു. എന്താ കണ്ടത് ചോദിക്കൂ. കണ്ണൊക്കെ ഇതായത് വെള്ളം. അതിന് മോന് ഓർമ്മ തെളിഞ്ഞിട്ടില്ലല്ലോ. എന്തായിരുന്നു പിന്നെ പുകയെന്ന് പറഞ്ഞാൽ അവിടുന്ന് ICUന്ന് ഒരു പുക ഇങ്ങോട്ട് ഇളകുന്നുണ്ട്. ഇവരെല്ലാം കാപ്പി കുടിക്കാൻ പോയിരുന്നായിരുന്നു. ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനങ്ങനെ പെട്ടെന്ന് എണീച്ചപ്പോൾ ഇവിടെ ഈ വാതിലങ്ങ് അടച്ചു. അകത്തോട്ട് ആരും തെള്ളി കയറാതിരിക്കുക. അങ്ങനെ രോഗികളെ എന്നാലും രക്ഷപ്പെടുത്തണമെന്നും പറഞ്ഞുകൊണ്ട് അവർ പെട്ടെന്ന് പിന്നെ വണ്ടി ഫയർഫോഴ്സ് വന്ന് അത് പിന്നെ അവർ ആശുപത്രിക്കാരെല്ലാവരും കൂടെ ചെയ്ത് ICUന്ന് കുറേ പിള്ളേരെ അങ്ങോട്ട് മാറ്റിയപ്പോൾ അതിനകത്ത് എൻ്റെ നമ്മുടെ ഷിഫ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയത് എൻ്റെ മോൻ ഷെബീഖുണ്ട്. പക്ഷേ പിന്നെ എൻ്റെ മോൻ നൗഷാദ് 42 വയസ്സാണ്. ഇന്നലെയാണ് ഓപ്പറേഷൻ കഴിഞ്ഞ്. ഇതുവരെ കുഴപ്പമൊന്നും ഇല്ലെന്ന് അവർ പറഞ്ഞു. സർജിക്കൽ ICUലുള്ള പേഷ്യൻസിനെ മാറ്റി കഴിഞ്ഞു. സേഫറായിട്ട് എല്ലായിടത്തും വെന്റിലേറ്ററോട് കൂടി തന്നെ മാറ്റി കഴിഞ്ഞു. തീപിടുത്തം ഉണ്ടായ സർജിക്കൽ ICUവില്ല, ഒരു വെന്റിലേറ്ററിലാണ്. 1ാം നിലയിൽ ഒരു വെന്റിലേറ്ററിലാണ്. അത് പെട്ടെന്ന് തന്നെ ഓക്സിജൻ വഴി പടരാൻ സാധ്യതകളുണ്ട്. അപ്പം തന്നെ അത് ഓഫ് ചെയ്ത് വെന്റിലേറ്ററിലുള്ള ഫയറാണ്. അപ്പോൾ അവിടെ പേഷ്യൻ്റൊക്കെ നമ്മൾ മാറ്റി ആ പേഷ്യൻറ്റിനെ എല്ലാവരും സേഫായിട്ട് എത്തിച്ചു കഴിഞ്ഞു. വേറെ ICUവിലേക്ക് മാറ്റി കഴിഞ്ഞു. ഇനി 7ാം വാർഡ് 8ാം വാർഡും 100ഓളം ബെഡ് നമുക്ക് എല്ലാം ICU സജ്ജമാക്കാൻ പറ്റുന്ന വാർഡാണ്. അപ്പോൾ അവിടെ സജ്ജീകരിക്കുകയാണ്. ബാക്കിയുള്ള ഫ്ലോറിലുള്ള പേഷ്യൻസിന് എന്ത് ചെയ്യണം എന്നുള്ളത് ഇലക്ട്രിക്കൽക്കാരായിട്ടും PWDക്കാരായിട്ടും ഇപ്പോൾ മറ്റ് ഫ്ലോറുകളിലൊന്നും പ്രശ്നമില്ല. അവിടെ നിന്നും പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ്. ഇവിടെ ഒരു ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട്. അവിടുത്തെ ഓപ്പറേഷൻ തൽക്കാലം കാർഡിയോതൊറാസിക് നിർത്തിവെച്ചിരിക്കുകയാണ്. കേട്ടോ, ഈ ബ്ലോക്കിൽ എല്ലാവരെയും മാറ്റിക്കൊണ്ടിരിക്കുക. ആ ഫ്ലോറിലുള്ള എല്ലാവരെയും മാറ്റിക്കഴിഞ്ഞു. ആർക്കും ആപത്തില്ല, പൊള്ളലോ. സംസാരിച്ചിട്ട് പറയാം. ജസ്റ്റ് തീ എന്നുള്ള വിവരം മാത്രമേ അത് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. കളക്ടറുമായിട്ടും സൂപ്രണ്ടായിട്ടും സംസാരിക്കാൻ സാധിച്ചിട്ടില്ല. അതിന് ശേഷം ഇപ്പം പറയാം. തീ നിയന്ത്രണ വിധേയമാണെന്നുള്ള എന്നാണ് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്. മറ്റ് നിയന്ത്രണ വിധേയമാണെന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ട്. ഫോണിലൂടെ കിട്ടിയിട്ടുള്ളത്. ഉദ്യോഗസ്ഥരായിട്ട് സംസാരിച്ച ശേഷം ഡീറ്റെയിൽ പറയാം. ആർക്കും പരിക്കുകളൊന്നും ഇല്ല എന്നാണ് ഫോണിലൂടെ കിട്ടിയ വിവരം. നമ്മൾ ഈ മാറ്റിയവരെ ഒന്നും കൂടി എല്ലാവരും വിശദമായിട്ട് പരിശോധിച്ച ശേഷം നമ്മൾ പറയാം. ഇപ്പൊ അവിടെ എല്ലാവരും സേഫായിട്ട് മാറ്റി കഴിഞ്ഞു. ആർക്കും പൊള്ളലോ ഒന്നും ഏറ്റിട്ടില്ല. എല്ലാ സീനിയർ ഡോക്ടർമാരെ എല്ലാവരും വിളിച്ചു വരുത്തിയിട്ടുണ്ട്. എല്ലാ ഫാക്കൽറ്റീസിനെയും വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ആ സ്മോക്ക് മാത്രമേ ഉള്ളൂ. ആ ഫ്ലോറിൽ മാത്രമേ ഉള്ളൂ. കംപ്ലീറ്റ് നമ്മൾ എല്ലാവരും ഇവാക്യുവേറ്റ് ചെയ്തു. സ്റ്റാഫിനെ ഇവാക്യുവേറ്റ് ചെയ്തു. എല്ലാവരും ഇവാക്യുവേറ്റ് ചെയ്തു. ഓക്സിജൻ സിലിണ്ടർ അല്ല, വെന്റിലേറ്ററിൽ ഷോർട്ട് സർക്യൂട്ട് പോലെയാണെന്ന് തോന്നുന്നു. എന്താണെന്നുള്ളത് നമ്മൾ പ്രാഥമികമായിട്ട് നമുക്ക് അന്വേഷണം നടത്തിയിട്ടേ പറയാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ഡീറ്റെയിൽസ് പേഷ്യൻസ് ഇപ്പോൾ സേഫാണ്, ആർക്കും ഇതില്ല.